ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അംഗങ്ങളുടെ ആധാർ എങ്ങനെ പരിശോധിക്കാമെന്ന് പഠിക്കും. അടിസ്ഥാന വിശദാംശങ്ങളും ബാങ്ക് വിശദാംശങ്ങളും പഠിക്കും. NRLM-MIS-ൽ അംഗത്തിന്റെ മുന്നിൽ ഒരു പച്ചടിക്ക് ഉണ്ടെങ്കിൽ ആധാർ അംഗീകരിക്കപ്പെട്ടതായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ ചില അംഗങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒരു കുരിശ് കാണുന്നു. അതിനർത്ഥം അംഗത്തിന്റെ ആധാർ നിരസിക്കപ്പെട്ടു എന്നാണ്. നിങ്ങൾ വീണ്ടും അംഗത്തിന്റെ ആധാർ നൽകി അത് പരിശോധിക്കേണ്ടതുണ്ട്. അംഗത്തിൽ ക്ലിക്ക് ചെയ്യണം. എൻട്രി ഇവിടെ മരവിപ്പിച്ചിരിക്കുന്നതിനാൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചേക്കില്ല. ഈ വിശദാംശങ്ങൾ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾ ജനനത്തീയതിയിൽ ക്ലിക്ക് ചെയ്യണം. ശരി, ഞാൻ അത് ചെയ്യണം. നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ വിശദാംശങ്ങൾ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഞാൻ ആധാർ നമ്പർ നൽകുന്നു. അംഗത്തിന്റെ ആധാർ നമ്പർ, നിങ്ങൾ അത് ഇവിടെ നൽകണം. നിങ്ങളുടെ മുഴുവൻ പേര് ആധാർ എന്ന് നൽകണം. അത് അനിത ദേവി എന്നാണ്. ഞാൻ അത് ഇങ്ങനെ വിടാം. ജനനത്തീയതിയും ഒന്നുതന്നെയാണ്, ലിംഗഭേദം സ്ത്രീയാണ്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം. മൊബൈൽ നമ്പർ, സെൽഫ്, ഇത് അവരുടെ സ്വന്തം മൊബൈൽ നമ്പറാണ്, അതുകൊണ്ടാണ് ഞാൻ സെൽഫ് തിരഞ്ഞെടുത്തത്. നിങ്ങൾ ബോക്സിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നിങ്ങൾ ആധാർ വെരിഫൈ ചെയ്യുക ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ആധാർ വിജയകരമായി പരിശോധിച്ചു. ഈ പ്രക്രിയയിലൂടെ നിങ്ങളുടെ ആധാർ പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആധാർ പരിശോധിച്ചുറപ്പിച്ചുകഴിഞ്ഞാൽ അടിസ്ഥാന വിശദാംശങ്ങളിൽ അപ്ഡേറ്റ് റെസല്യൂഷൻ പകർപ്പ് ലഭിക്കും. ഇതിനുശേഷം അടിസ്ഥാന വിശദാംശങ്ങൾ, അംഗത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ പൂരിപ്പിക്കണം. നിങ്ങൾ ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് അംഗത്തിന്റെ ഫോട്ടോ എടുക്കണം. നമുക്ക് ഇവിടെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു ഡമ്മി ഫോട്ടോ എടുക്കുകയാണ്. അംഗത്തിന്റെ യഥാർത്ഥ ഫോട്ടോ മാത്രമേ നൽകാവൂ. അതിനുശേഷം അംഗത്വം ചേരുന്ന തീയതി, ഇത് ശരിയാണെങ്കിൽ ഞാൻ അത് എഡിറ്റ് ചെയ്യില്ല. ഈ തീയതി മുതൽ അനിത ഈ സ്വയം സഹായ സംഘത്തിലെ അംഗമാണ്. വിദ്യാഭ്യാസം, ഡ്രോപ്പ് ഡൌണിൽ നിന്ന് അനിതയ്ക്ക് എത്ര വിദ്യാഭ്യാസമുണ്ടെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കും. അവൻ വിവാഹിതനാണ്. അദ്ദേഹം കുടുംബത്തിന്റെ തലവനല്ല. അതെ, ഞാൻ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു. കുടുംബാംഗത്തിന്റെ വിവരങ്ങളും ഭർത്താവിന്റെ പേരും ഞാൻ ചേർത്തു. മതം, ഇത് ഹിന്ദുവാണ്. ഡ്രോപ്പ് ഡൌണിൽ നിന്നും എനിക്ക് ഏതൊരു അംഗത്തിനും വേണ്ടി തിരഞ്ഞെടുക്കാനും കഴിയും. സാമൂഹിക വിഭാഗം, പട്ടികജാതി ഉണ്ട്. ഡ്രോപ്പ് ഡൌണിൽ നിന്നും നമുക്കിത് മാറ്റാൻ കഴിയും. വൈകല്യം ഒരു വൈകല്യമല്ല. അവന്, അവൾക്ക് എന്തെങ്കിലും വൈകല്യമുണ്ടെങ്കിൽ സ്വയം ക്ലിക്ക് ചെയ്യുക. ഒരു കുടുംബാംഗം അവിടെ ഉണ്ടെങ്കിൽ വികലാംഗ കുടുംബാംഗത്തിൽ ക്ലിക്ക് ചെയ്യുക. വിശദാംശങ്ങൾ കാർഡിൽ സംരക്ഷിക്കുക. നന്ദി.